എന്താണ് ശരിക്കും നമ്മൾ നേരിടുന്ന പ്രശ്നം? നമ്മൾ ഓരോരുത്തരും നേരിടുന്ന പ്രശ്നം എന്താണ്? നമുക്കറിയാം, കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ, ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോലിയിൽ മികച്ച വിജയം നേടാൻ കഴിയും, പ്രൊമോഷൻ നേടാൻ കഴിയും. ബിസിനസ്സിലാണെങ്കിൽ സമയത്തെ ഫലപ്രദമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിനെ വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഡിസിപ്ലിനായിട്ട് ലൈഫ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് കഴിയുന്നില്ല. ആരാണ് നമ്മെ ബ്ലോക്ക് ചെയ്യുന്നത്? പുറകിൽ നിന്ന് വലിക്കുന്നത് ആരാണ് ശരിക്കും? നമുക്ക് ഒരുപാട് കാലം ജോലി ചെയ്യുന്നുണ്ട്. പലരും 16, 17 മണിക്കൂർ, 18 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. പല പ്രയാസങ്ങളിലൂടെ ജോലി ചെയ്തുകൊണ്ടും ബിസിനസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നും സാമ്പത്തിക പ്രശ്നമാണ്, കടങ്ങളാണ്, പരാതികളാണ്, പരിഭവങ്ങളാണ്. ഒരിക്കലും തന്നെ ആഗ്രഹിച്ചൊരു ജീവിതം ജീവിക്കുവാനോ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ, യാത്രകൾ ചെയ്യാനോ, ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനോ കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് നേടാനോ കഴിയുന്നില്ല. എന്തുകൊണ്ടാണിത് നമുക്ക് കഴിയാതെ പോകുന്നത്? മറ്റൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സാണ്. എൻ്റെ മനസ്സല്ലാതെ എന്നെയോ, നിങ്ങളുടെ മനസ്സല്ലാതെ നിങ്ങളെയോ ഒരാളും നിങ്ങളുടെ നേട്ടത്തിന് തടസ്സമായി വരുന്നില്ല. നിങ്ങളുടെ നേട്ടത്തിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ വിശ്വസിച്ചു പോയ, പ്രോഗ്രാം ചെയ്യപ്പെട്ടു പോയ നിങ്ങളുടെ മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് അല്ലാതെ, നിങ്ങളുടെ മെന്റൽ കണ്ടീഷനിങ് അല്ലാതെ ഒന്നും തന്നെ നിങ്ങളെയോ എന്നെയോ ബ്ലോക്ക് ചെയ്യുന്നില്ല. ആ പ്രോഗ്രാമിംഗ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മളെ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുന്ന, നമ്മളെ ഊർജ്ജസ്വലനല്ലാതെ ഉറക്കം തൂങ്ങിയാക്കുന്ന, ഊർജ്ജമില്ലാത്തവനാക്കി തീർക്കുന്ന, പരിശ്രമിക്കാൻ നമ്മുടെ ഉള്ളിൽ തടസ്സം സൃഷ്ടിക്കുന്ന നമ്മളുടെ മനസ്സിനെയാണ് റീപ്രോഗ്രാം ചെയ്യേണ്ടത്. നമ്മളെ തന്നെയാണ് നമ്മൾ പൊളിച്ചെഴുതേണ്ടത്, മാറ്റി എഴുതേണ്ടത്. എങ്ങനെയാണ് നമുക്ക് നമ്മളെ മാറ്റി എഴുതാൻ കഴിയുക? നമ്മളുടെ ഓരോരുത്തരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന മെന്റൽ കണ്ടീഷനിങ്ങിനെ, മെന്റൽ പ്രോഗ്രാമിങ്ങിനെ കൃത്യമായിട്ടും ഡിസിപ്ലിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റീപ്രോഗ്രാം ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുക? തടസ്സം നിൽക്കുന്ന ഓരോ ബിഹേവിയറിനെയും, നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ബാഡ് ഹാബിറ്റുകൾ ഓരോന്നും മാറ്റി അവിടെ ഊർജ്ജസ്വലതയുടെ, ആത്മാർത്ഥതയുടെ, കഠിനാധ്വാനത്തിൻ്റെ, നിത്യപരിശ്രമത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന നല്ല ഹാബിറ്റുകൾ സ്ഥാപിച്ച് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളെ തന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് സ്വന്തമാക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതിന് പരിശീലിപ്പിക്കുകയാണ് ഒരു ദിവസത്തെ പ്രോഗ്രാമിലൂടെ, സെൽഫ് മാസ്റ്ററിയിലൂടെ. ഇത് മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല. നമ്മളുടെ മനസ്സിനുള്ളിൽ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അപാരമായ കഴിവിനെ, അപാരമായ സിദ്ധിയെ പുറത്തെടുക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദിവസം കഴിഞ്ഞുപോയി എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഏറ്റവും മികച്ച ദിവസങ്ങളായിരിക്കും. ഇത് നിങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്, നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് പഠിക്കാനാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ഉള്ളിലുള്ള അപാരമായ മനസ്സിനെ കീഴടക്കാൻ പരിശീലിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്റർ. നിങ്ങൾക്ക് സ്വാഗതം. ഒരു വലിയ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സാധാരണക്കാരനായി ജീവിച്ചു മരിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഓർഡിനറി ആയിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം സെൽഫ് മാസ്റ്ററിയിലേക്ക്.